നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കാസർഗോട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് വലിയൊരു സങ്കടം പറയുകയുണ്ടായി. ഇയാളെ ഹിസ്റ്ററിയിൽ അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഗൾഫിൽ ഒരു ചങ്ങായിൻ്റെ ഒക്കെ കൂടിയിട്ട് വലിയ തോതിൽ ബിസിനസ് നടന്നു, നല്ല രീതിയിൽ നടന്നു വരികയായിരുന്നു. പിന്നെ അയാൾ എന്നെ വടി പിടിപ്പിച്ചു എന്നാണ് അയാൾ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, എങ്ങനെ ഈ വടി പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എൻ്റേതായ അറിവുകൾ വെച്ചിട്ട് ഞാൻ കുറേ ഒരു റിസർച്ച് നടത്തി. അപ്പോൾ ഈ മലബാർ ഭാഗത്തൊക്കെ പല പരിപാടിയുണ്ട്. എന്താണെന്നറിയോ, ചിലർ പറയും വീട്ടിൽ എന്തെങ്കിലും ഇടപാടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ കൊള്ളി മുറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ കട്ടായം പറയല. ഈ മലബാർ ഭാഗത്ത് നമ്മൾ പിണറായി വിജയൻ പണ്ട് പറഞ്ഞില്ലേ, എന്നാൽ 8 അട്ടി വെച്ച പോലെ എന്നുള്ള അങ്ങനത്തെ കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കൊള്ളി മുറിച്ചിടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു കാരണവശാലും ആ കൊള്ളി ഒരു വിറകൊള്ളി എടുത്തിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും യോജിക്കൂല, നമുക്കറിയാം. അതേപോലെ അവനുമായിട്ടുള്ള ബന്ധം അറുത്ത് മുറിച്ച് മാറ്റി എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വടി പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഞാൻ ഒരുപാട് നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പണ്ട് ഈ ഖുർആനിലൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഈ മൂസാ നബി അദ്ദേഹത്തിൻ്റെ പ്രബോധനം കൊണ്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം മാന്ത്രികനാണ്, അല്ലെങ്കിൽ ആഭിചാരക്കാരനാണ്, സിഹിറുകാരനാണ് എന്നൊക്കെ ഈ അക്കാലത്തുണ്ടായിരുന്ന രാജാവ് ഫിറോവിനൊക്കെ പ്രചരിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്ത്, മൂസായും ആ കാലത്തെ മന്ത്രവാദികളും തമ്മിൽ വലിയ ഒരു മത്സരം നടന്നു. എന്താ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ മന്ത്രവാദികൾ വന്നിട്ട് അവരായിട്ടുണ്ടായിരുന്ന കയറും വിറക് കൊള്ളികളൊക്കെ നിലത്തേക്ക് ഇട്ടപ്പോൾ പാമ്പായും തേളായും മൂസ കണ്ടു. അപ്പം മൂസാക്ക് കണ്ടപ്പം ഭയങ്കര പേടി തോന്നി, എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പം ഖുർആൻ പറയുന്നു, മൂസാനോട് നാം പറഞ്ഞു, അൽക്കി അസാക്ക, അതിൻ്റെ വടി താഴെ ഇടുക. അപ്പം മൂസ വടി താഴെ ഇട്ടപ്പോൾ എന്ത് ചെയ്തെന്നറിയോ, ഈ സാഹിര്യങ്ങളുടെ സിഹിറിനൊക്കെ അത് വിഴുങ്ങി. അപ്പോൾ അതാണ് വടി താഴെ ഇടുക എന്ന് പറയുന്നത്. അൽക്കി അസാക്ക എന്ന് പറയുന്ന അത് മാന്ത്രികത്തിൽ വലിയൊരു കർമ്മം തന്നെയാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ സിഹിർ കൂടോത്രം പോലത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, പിന്നെ ചില ആൾക്കാരെ കണ്ടിട്ട് എന്തെങ്കിലും തകിട് കുഴിച്ചിട്ട്, അല്ലെങ്കിൽ മുട്ടയമില്ലാതെ എഴുതി, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ പ്രതിവിധി, ഹോമം വെക്കൽ, കോഴിനെ ചൂടൽ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതിന് ലളിതമായൊരു വഴിയാണ് ഈ അൽക്കി അസാക്ക എന്ന് പറയുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ വടി താഴെയിടൽ. ഇതെന്താ ഈ വടി താഴെയിടൽ എന്നുള്ള കർമ്മത്തിനെ പറ്റിയിട്ട് നിരവധി മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ അവഗാഹം നേടിയ വലിയ പണ്ഡിതന്മാർ വളരെ വിസ്തരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ വടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 അറ്റത്തും, അതായത് നമ്മൾ ഈ പൈപ്പ് രൂപത്തിലുള്ള ഈ മരത്തിൻ്റെ കമ്പുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓട, മുള എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ കമ്പുകൾ എടുത്തിട്ട് അതിലെന്ത് ചെയ്യണമെന്നറിയോ, പഞ്ഞി നിറക്കണം. പഞ്ഞി നിറച്ച ശേഷം, പകുതി പഞ്ഞി നിറച്ച ശേഷം അതിൻ്റെ അകത്തൊരു പ്രത്യേക ഇസ്മ എഴുതിയിട്ടുള്ള പേപ്പറോ തകിടോ എഴുതണം. അതിന് അൽക്കി അസാക്കേൻ്റെ ഇസ്മ എന്നാണ് പറയുക. അതറിയാവുന്ന മാന്ത്രികർക്ക് അറിയാം. നിങ്ങൾ തൊട്ടടുത്തുള്ള പള്ളിയിലെ മുക്കരിക്കാനോട് എന്നിട്ട് കോയിൻ നടത്തി തരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ മാതിരിക്ക് അൽക്കി അസാക്കേൻ്റെ ഇസ്മ എഴുതി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫലക്കും നുറാനിൻ്റെ കിതാബ് ചോദിച്ച പോലെയാണ് ഉണ്ടാവുക. അത് കിട്ടൂല. അപ്പോൾ അറിയാവുന്ന ഉസ്താദന്മാരെ ചെയ്തു തരും. അങ്ങനെ പാതി വായിക്കാന്ന് ഇത് നിറക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് എന്ത് ചെയ്യുമെന്നറിയോ, പിന്നെയും പഞ്ഞി നിറക്കുക. അതിൽ 33 സുഗന്ധങ്ങൾ നിറക്കുക എന്നതാണ് ഈ വടിയിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വീടിന് സിഹിർ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടോത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന വീടിൻ്റെ മുന്നിൽ പോയി നിന്ന് എന്ത് ചെയ്യുക, ബേക്ക് ഭാഗത്തേക്ക് ആ കമ്പൊന്ന് എറിയുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അപ്പോൾ അൽക്കി അസാക്ക, വടി താഴെ വീണു, മനസ്സിലായില്ലേ? പിന്നെ അവിടെ പോയിട്ട് അത് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, തിരിച്ച് ഒന്നും കൂടി എറിയണം. അത് എറിഞ്ഞ് അതേ പൊസിഷനിൽ വന്ന് വീഴരുത്, നമ്മളൊരു ത്രികോണ രീതിയിലാണ് വന്ന് വീഴേണ്ടത്. അങ്ങനെ 7 വട്ടം എറിയുക എന്നതാണ് ഈ അൽക്കി അസാക്ക എന്ന് പറയുന്ന മാന്ത്രിക രീതിയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ വീട്ടിലുള്ളവർക്കെല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നിയാൽ ഇതേ വടി കൊണ്ട് അവരെ തലയിൽ ചെറുതായിട്ടൊന്ന് അടിക്കുക.
അടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഏതായാലും ഇവനുള്ള ദേഷ്യത്തിന് തല അടിച്ച് പൊട്ടിച്ചേക്കാമെന്നൊന്നും വിചാരിക്കരുത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ചില മൊയിലകന്മാരുണ്ട്. പണ്ട് നിങ്ങൾ മറ്റേ ചെറുവത്തൂരിലെ ഒരു ഗഫൂറാജീനെ ചികിത്സിച്ച ഒരു ജിന്നു ബീവിൻ്റെ കഥ കേട്ടില്ല, കൊന്നു കളഞ്ഞേ എന്ന് പറഞ്ഞ മാതിരിക്ക് ഏതായാലും ഇവൻ്റെ അടുത്തുള്ള പൈസ അല്ലെങ്കിൽ പോലട്ടാവും മേടിച്ചെടുത്തിട്ട് ഉസ്താദ് പറഞ്ഞല്ലോ ഒന്ന് അടിച്ചേക്കാന്ന് പറഞ്ഞ് തലക്കെട്ടിട്ട് അങ്ങ് അടിച്ചാലാവും കൊണ്ടിട്ട് ആൾ മരിച്ചു പോകുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് അടിപ്പിക്കാണ്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മാത്രം മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അടിക്കുക, അതിൻ്റെ ശേഷം ഇങ്ങനെ എറിയുക, വടി താഴെ വീഴുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ അങ്ങനെ 7 വട്ടം എറിഞ്ഞ ശേഷം ആ വടിയെടുത്തിട്ട് ഒന്നുകിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലിടുക. ഈ വടി പിടിപ്പിച്ചെന്ന് തോന്നുന്നവർക്കെല്ലാം ഈ പ്രതിവിധി ഉപയോഗപ്പെടുത്തുക. അതായത് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നല്ല ഈ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വേറെയുള്ള റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ്സുകളിലൊക്കെ പാർട്ട്ണർമാരായി ഒരാൾ മറ്റേയാളായിട്ട് തെറ്റുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ വടി പിടിപ്പിക്കൽ. അത് വലിയൊരു സിഹിറാണ്. അത് വലിയ വലിയ എന്താ പറയുക, നീചജാതിക്കാരായ ആളുകളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്ന പണിയാണ്. അപ്പോൾ ഓനെന്ത് ചെയ്യും, നമ്മൾ പിച്ചച്ചട്ടി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുമാതിരിക്ക് ഓൻ വടി പിടിച്ചു പോകും. ഓൻ്റെ വണ്ടിയിൽ വേറെ വഴിയില്ല. ആ വടി പിടിക്കുക, വടി താഴെ ഇടുക എന്നല്ലാതെ. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരുപാട് ആളുകൾ ഉസ്താദേ എനിക്ക് ഭയങ്കര കടുത്ത സിഹിർ ബാധിച്ചിട്ടുണ്ട്, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കും. അതിൻ്റെ ഭാഗമായിട്ട് വടി പിടിച്ചു, എന്നെ കുത്തുവാളി അടുപ്പിച്ചു, എൻ്റെ കുടുംബം കുളം തോണ്ടി, അങ്ങനെയൊക്കെ പല ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ പൊതുവായിട്ട് പറയാൻ പറ്റുന്ന പേരാണ് കാസർഗോഡന്മാരൻ പറഞ്ഞ വടി പിടിക്കലും. അതിൻ്റെ പ്രതിവിധിയാണ് അൽക്കി അസാക്ക എന്ന് പറയുന്ന ഈ മഹാകർമ്മവും. അതെല്ലാവരും തിരിച്ചറിയണം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ സിഹിർ ബാധിച്ചോ, എനിക്ക് സിഹിർ ബാധിച്ചോ എന്നും പറഞ്ഞിട്ട് പരക്കെ പായണ്ട. പണ്ട് എൻ്റെ അടുത്ത് ഒരു ചങ്ങായി വന്നിട്ട് പറഞ്ഞിരുന്നു കുറേ കൊല്ലം മുമ്പേ, ഉസ്താദേ എനിക്ക് ഭയങ്കരമായിട്ട് സിഹിർ ബാധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഇങ്ങനെ സിഹിർ ബാധിക്കുക, എനിക്കെങ്ങനെ അറിയാം, ഞാനടുത്തും പോയിനോ? ഇല്ല ഉസ്താദേ, എൻ്റെ ലിംഗം പൊന്തുന്നില്ല ഉസ്താദേ, എൻ്റെ ലിംഗം പൊന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് സിഹിർ ബാധിച്ചെന്ന് ഉറപ്പാണ്, എൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയി ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കര നിലവിളിയായിരുന്നു. എന്ന് പറഞ്ഞ മാതിരിക്ക് ഇങ്ങനെയുള്ള സിഹിർ ബാധിച്ചെന്ന് ഗവേഷണം നടത്താനൊന്നും പോകണ്ട. അത് മാത്രമല്ല, ഈ സിഹിറിൻ്റെ എല്ലാം ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സിഹിർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്താം. അത്യാവശ്യത്തിന് മാത്രം, അതും അറിവുള്ള ആളുകളെ സമീപിക്കുക. വ്യാജന്മാരിങ്ങനെ പല രൂപത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? നമ്മളെ കൊണ്ട് വടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിവുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ചെയ്യുക. നമ്മളൊരാളെ സോഷ്യൽ മീഡിയ കണ്ടുവെന്നോ പേപ്പറിൽ പരസ്യം കണ്ടുവെന്നോ എന്നൊന്നും കരുതിയിട്ടൊന്നും പോകണ്ട. നമുക്കൊരു കാര്യം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചോറ് തിന്നാൽ മാത്രമേ നമ്മളെ വിശപ്പ് മാറുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും ഉസ്താദിന് ചോറ് കൊടുത്തെന്ന് വെച്ചിട്ട് നമ്മളെ വിശപ്പ് മാറൂല. അത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സിഹിർ ബാധിച്ച ഒരുപാട് പേർക്കുള്ള ഒരു ലളിതമായ ഒരു പ്രതിവിധിയാണ് ഞാനീ പറഞ്ഞു തന്നത്. എല്ലാവരും ഈ അറിവ് ഉപയോഗപ്പെടുത്തുക. പരമാവധി ആരൊക്കെയാണോ വടി പിടിച്ചതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വടി താഴെ വെക്കുക. നമ്മൾ പറയലുണ്ടല്ലോ, ചില ഭ്രാന്തന്മാരെ കയ്യിലൊക്കെ വടി കണ്ട, എടാ വടി താഴെ വെക്കടാ എന്ന് നമ്മൾ പറയലില്ലേ? ഈ അടി കൂടുന്ന അടിന്നിടത്തിൽ ഈ പിടിച്ചു മാറ്റാനൊക്കെ പോകുമ്പോൾ, എടാ കത്തി താഴെ വെക്കടാ, വടി താഴെ വെക്കടാ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന സിഹിറിനാണ് നമ്മൾ വടി പിടിക്കുക എന്ന് പറയുന്നതും, ആ വടി താഴെ ഇടുന്നതിനാണ് സത്യത്തിൽ ഇബ്താലിൻ്റെ പണി എന്ന് പറയുന്നത്. അതാണ് മൂസാ നബി വടി താഴെ ഇട്ടപ്പോൾ ഈ പാമ്പിനെയും തേളുകളൊക്കെ എന്ത് ചെയ്ത് വടി വിഴുങ്ങി. അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ ചില ആളെ പറ്റിയിട്ട്, നീ എന്താടാ വടി വിഴുങ്ങിയ പോലെ നിൽക്കുന്നതെന്ന്. ഈ അന്തം വിട്ട് തെറിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെ കൊണ്ട്. അപ്പോൾ ഈ വടി വിഴുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ, അവൻ്റെ സിഹിറിനെ അവൻ തന്നെ വിഴുങ്ങി. അപ്പോൾ ഓൻ എന്ത് ചെയ്ത്, ഓൻ്റെ ഉള്ളിൽ തീയാന്ന്. ഓനിക്ക് അന്തം വിട്ടേ ആകാശത്തു നിന്ന് പൊട്ടി വീണ പൊട്ടനെ പോലെ നിൽക്കൽ മാത്രമേ അവൻ്റെ മുന്നിൽ വഴിയുണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വടി വിഴുങ്ങിയ പോലെ നിൽക്കുക എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും നല്ല അതിമഹത്തരമായ ഒരു കർമ്മമാണ് സിഹിർ ബാത്തിലാക്കുന്നതിന്. ഇതിന് 33 സുഗന്ധങ്ങൾ വേണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പഞ്ഞിയും, അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ അൽക്കി അസാക്കയുടെ ഇസ്മ എഴുതിയിട്ടുള്ള തകിടോ പേപ്പറോ കോട്ടൺ തുണിയോ
ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഓല, അതായത് ഈ എന്താ പറയുക, കൊടപ്പന എന്ന് പറയുന്നൊരു പന ഉണ്ടല്ലോ, ആ പനേൻ്റെ ഓലയിലായിരുന്നു ഈ ഇസ്മ എഴുതിയതെന്നും അതിൻ്റെതായ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.